തിരുവനന്തപുരം ആമയിഴഞ്ചാൻ തോട്ടിൽ വീണ് ശുചീകരണ തൊഴിലാളി ജോയ് മരിച്ച സംഭവത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെ ബി.ജെ.പി. കൗൺസിലർമാർ ഉപരോധിക്കുന്നു. ജോയിയുടെ മരണത്തിൽ മേയർക്ക് വീഴ്ചയുണ്ടായെന്നാരോപിച്ചാണ് പ്രതിഷേധം. അജീഷ് ജയകുമാർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു. അജീഷ്, എന്തു വീഴ്ച മേയർക്കുണ്ടായി എന്നാണ് കൗൺസിലർമാർ പറയുന്നത്? വേണു, ഇത് ഏതാണ്ട് അരമണിക്കൂറായി ബി.ജെ.പി. കൗൺസിലർമാർ മേയറുടെ ഓഫീസ് ഉപരോധിക്കുകയാണ്. ഇവർ പ്രധാനമായും ആരോപിക്കുന്നത് ഈ മാലിന്യ നീക്കത്തിൽ തിരുവനന്തപുരം കോർപ്പറേഷനും മേയർക്കും വലിയ വീഴ്ചയുണ്ടായി. കേന്ദ്ര സർക്കാർ അടക്കം നൽകിയ കോടികൾ കൃത്യമായി ചെലവാക്കിയില്ല, അതെല്ലാം പാഴാക്കി കളഞ്ഞു. CPM കൗൺസിലർമാർ അഴിമതി നടത്തി ഇതെല്ലാം സ്വന്തം പോക്കറ്റിലാക്കി എന്നാണ് ബി.ജെ.പി. കൗൺസിലർമാർ ആരോപിക്കുന്നത്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് മേയറുടെ രാജി ആവശ്യപ്പെട്ടാണ് ബി.ജെ.പി. കൗൺസിലർമാർ ഇപ്പോൾ മേയറുടെ ഓഫീസും സെക്രട്ടറിയുടെ ഓഫീസും ഉപരോധിക്കുന്നത്. ഏതാണ്ട് അരമണിക്കൂറായി ഇവർ ഇവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്, പ്രതിഷേധിക്കുകയാണ്. ഇവിടെ പോലീസ് ഉദ്യോഗസ്ഥരടക്കമുള്ളവർ വൻ സന്നാഹം താഴെ കോർപ്പറേഷൻ ഓഫീസിന് മുന്നിൽ എത്തിയിട്ടുണ്ട്. വനിതാ കൗൺസിലർമാർ അടക്കമാണ് ഇപ്പോൾ ഇവിടെ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാവുന്നതുപോലെ 3 ദിവസം മുൻപ് ജോയി മരിച്ച സംഭവത്തിൽ കോർപ്പറേഷനും റെയിൽവേയും പരസ്പരം പഴിചാരുന്ന സംഭവമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കോർപ്പറേഷൻ എന്നാണ് ബി.ജെ.പി. ആരോപിക്കുന്നത്. കാരണം തിരുവനന്തപുരത്തെ 12 കിലോമീറ്ററിൽ ഒഴുകുന്ന ആമയിഴഞ്ചാൻ തോട് ശുചീകരിക്കുന്നതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം കോർപ്പറേഷനാണെന്നാണ് ബി.ജെ.പി. പറയുന്നത്. ഇതിന്റെ നേതൃത്വം നൽകുന്ന മേയർ ആര്യ രാജേന്ദ്രൻ അതുകൊണ്ട് തന്നെ രാജിവെക്കണമെന്നാണ് ബി.ജെ.പി. കൗൺസിലർമാർ ഇപ്പോൾ ആരോപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ മേയർ ഈ ഓഫീസിൽ എത്തിയിട്ടില്ല. നിലവിൽ ഇതുവരെ എന്തായാലും ഈ ഓഫീസിന്റെ മുന്നിൽ ബി.ജെ.പി. പ്രവർത്തകർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. മേയർ ഒരു കാരണവശാലും അകത്തേക്ക് കടത്തിവിടില്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ബി.ജെ.പിയുടെ മുതിർന്ന കൗൺസിലർമാരും അതേപോലെ വനിതാ കൗൺസിലർമാർ അടക്കമുള്ളവരാണ് ഇതിന് മുന്നിലുള്ളത്. സെക്രട്ടറിയുടെ ഓഫീസിനും ഇവർ തടസ്സം നിൽക്കുകയാണ്. എന്തായാലും ഏതാണ്ട് അരമണിക്കൂർ കൂടുതലായി ഇവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. ഒരു കാരണവശാലും മേയറെ ഇന്ന് ഓഫീസിനകത്തേക്ക് പ്രവേശിക്കാൻ അനുവദിക്കില്ലെന്നാണ് ഇവർ പറയുന്നത്. എന്തായാലും ഈ പ്രതിഷേധ ഉപരോധ സമരം തുടരുകയാണ്. വേണു, അജീഷ് ജയകുമാറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.